നൂറ്റാണ്ടുകളായിട്ട് ചുരുളഴിയാതെ കിടക്കുന്ന ഒരുപാട് സത്യങ്ങളുണ്ട്. ആ സത്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ലേറ്റസ്റ്റ് സംഭവത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. കോലാപ്പൂരി ചെരുപ്പിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ വളരെയധികം കവർ ചെയ്യുന്ന ഒരു വാർത്തയാണിത്. ഈ ഇന്ത്യയുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു പാദരക്ഷയാണ് കോലാപ്പൂരി എന്ന് പറയുന്ന ചെരുപ്പ്. വളരെ വളരെ പ്രീമിയമായിട്ട് ഇന്ത്യയിൽ പല കാലങ്ങളിലും ഉപയോഗിച്ചിരുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഒരു കോലാപ്പൂരി ചെരുപ്പിന്റെ ഡിസൈൻ പോപ്പുലർ ആയിട്ടുള്ള ഇറ്റാലിയൻ ആഡംബര ഫാഷൻ കമ്പനിയായിട്ടുള്ള ഹൗസായ പ്രാഡ എന്ന് പറയുന്ന കമ്പനി അടിച്ചുമാറ്റി. എന്നിട്ട് മിലാനിൽ നടന്ന 2026 സ്പ്രിംഗ് സമ്മർ പുരുഷന്മാരുടെ വസ്ത്രശേഖരത്തിൽ ഈ കോലാപ്പൂരി ചെരുപ്പിന്റെ അതേ ഡിസൈനിലുള്ള ചെരുപ്പുകൾ ഇവർ പ്രദർശിപ്പിക്കുകയാണ്. അപ്പൊ ഈ പ്രാഡ കമ്പനി ഇത് അവരുടെ ഒരു ഡിസൈനായിട്ടാണ് ഇതിനെ അവതരിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ഇനി വരാൻ പോകുന്ന 2026 ഒരു ഫാഷൻ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു മോഡലായിട്ടാണ് അവരിതിനെ ഇപ്പോൾ അവതരിപ്പിച്ചത്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ മഹാരാഷ്ട്ര, കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പരമ്പരാഗതമായിട്ടുള്ള ഒരു പാദരക്ഷയാണ്. അപ്പൊ ഈ ഒരു പാദരക്ഷയുടെ ഡിസൈൻ അതേപടി കോപ്പി ചെയ്തിട്ടാണ് പ്രാഡ കമ്പനി അവരുടെ ഒരു ആഡംബര ഒരു ചെരുപ്പായിട്ട് ഇതിനെ അവതരിപ്പിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇതൊന്നുമല്ല, പ്രാഡ പ്രൊമോട്ട് ചെയ്യുന്ന ഈ ചെരുപ്പുകളുടെ വില എന്ന് പറയുന്നത് ഒരു ജോഡിക്ക് 1.7 ലക്ഷം മുതൽ 2.1 ലക്ഷം വരെയാണ് അതിന്റെ വില എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ വളരെ ചെറിയ പൈസയ്ക്ക് നമുക്ക് ഇന്ന് വാങ്ങാൻ പറ്റുന്ന ഒരു ചെരുപ്പാണിത്. പക്ഷെ ഇത് പ്രാഡ കമ്പനി അവരുടെ ബ്രാൻഡിൽ ഇതിനെ ഈ ഒരു ഡിസൈൻ കോപ്പി ചെയ്തിട്ട് ഉണ്ടാക്കി വിൽക്കുമ്പോൾ അതിന് 2.5 ലക്ഷം രൂപ വരെ വില കിട്ടുന്നു. അല്ലെങ്കിൽ ആ വിലയ്ക്കാണ് ഇവർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഫാഷൻ വീക്കിൽ അവതരിപ്പിച്ച 56 ലുക്കുകളിൽ കുറഞ്ഞത് 7 എണ്ണമെങ്കിലും കോലാപ്പൂരി ചെരുപ്പ് മോഡലുകളായിരുന്നു. ഇത് ഇന്ത്യയെയോ അല്ലെങ്കിൽ ഇവിടുത്തെ കരകൗശല വിദഗ്ധരെയോ ഏതെങ്കിലും തരത്തിൽ സമീപിക്കുകയോ അവരുടെ അനുമതി നേടുകയോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ക്രെഡിറ്റ് അല്ലെങ്കിൽ ഞങ്ങൾ ഇൻസ്പയർ ആയത് ഇന്ത്യയുടെ അല്ലെങ്കിൽ മഹാരാഷ്ട്രയുടെ, കർണാടകയുടെ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തെ കോലാപ്പൂരി ചെരുപ്പിൽ നിന്നാണ് എന്ന് പോലും മെൻഷൻ ചെയ്യാതെ പ്രാഡ കമ്പനിയുടെ ഒരു പുതിയ കണ്ടെത്തൽ അല്ലെങ്കിൽ അവരുടെ ഒരു പുതിയ ഡിസൈൻ എന്ന രീതിയിലാണ് ഇവർ ഇതിനെ അവതരിപ്പിച്ചത്. ഇതിനെതിരെ പ്രതിഷേധമുണ്ടായി. മഹാരാഷ്ട്രയിൽ നിന്നും കർണാടകയിൽ നിന്നും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും പ്രതിഷേധമുണ്ടായി. ഒടുവിൽ ഇപ്പോൾ പ്രാഡ കമ്പനി അവരുടെ തെറ്റ് സമ്മതിച്ചിരിക്കുകയാണ്. അതുവരെ എത്തിയ കാര്യങ്ങൾ, അതായത് പ്രത്യേക ഡിസൈനിൽ ഉണ്ടാക്കുന്ന തുകൽ ചെരുപ്പുകളാണ് കോലാപ്പൂരി ചെരുപ്പുകൾ എന്ന് പറയുന്നത്. കോലാപ്പൂരിലും അതുപോലെ പരിസര ജില്ലകളായിട്ടുള്ള സാംഗ്ലി, സത്താറ, സോലാപ്പൂർ എന്നിവിടങ്ങളിലുമൊക്കെ കൈകൊണ്ട് നിർമ്മിക്കുന്ന ഒരു ചെരുപ്പാണ്. അത് ഒട്ടേറെ വിദഗ്ധരുണ്ട്. പരമ്പരാഗതമായിട്ടുള്ള ഒരു കരകൗശല പ്രോഡക്റ്റ് ആണിത്. അപ്പോൾ ഇത് വളരെ പ്രീമിയമാണ്. ഇതിന് വലിയൊരു ചരിത്രമുണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരു കാലത്ത് ലക്ഷറിയുടെ പ്രതീകമായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്ന, ഇപ്പോഴും ഉപയോഗിക്കപ്പെടുന്ന ഒരു ചെരുപ്പാണത്. അപ്പൊ ഈ പ്രാഡ കമ്പനി ഇതിനെ കോപ്പി ചെയ്ത് അവതരിപ്പിച്ചതോട് കൂടിയിട്ട് സ്വാഭാവികമായിട്ട് കരകൗശല വിദഗ്ധർ ഇതിനെതിരെ രംഗത്തെത്തുന്നു. പ്രാഡ ഭൗമ സൂചിക പദവി അവകാശങ്ങൾ ലംഘിച്ചു അല്ലെങ്കിൽ GI അവകാശങ്ങൾ ലംഘിച്ചു എന്നാരോപിച്ച് കരകൗശല വിദഗ്ധർ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെ കാണുകയും പരാതിപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ സർക്കാർ തലത്തിൽ തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്ന സമയത്താണ് കമ്പനി ഒടുവിൽ സമ്മതിക്കുന്നത്, അവർക്ക് തെറ്റുപറ്റി എന്ന് അവർ സമ്മതിക്കുന്നത്. അതായത് ഇന്ത്യയിലെ പരമ്പരാഗതമായ കോലാപ്പൂരി പാദരക്ഷകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇത് നിർമ്മിച്ചത് എന്ന് പ്രാഡ കമ്പനി വ്യക്തമാക്കി. കോലാപ്പൂരി നിർമ്മാതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതിൽ ഖേദവും പ്രകടിപ്പിച്ചു. ഈ വിഷയത്തിൽ മഹാരാഷ്ട്ര ചേംബർ ഓഫ് കൊമേഴ്സുമായും ഇൻഡസ്ട്രി ആൻഡ് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്തു എന്നാണ് അവരുടെ പ്രസ്താവനയെ പറയുന്നത്. നോക്കൂ, ഇത് ഇപ്പൊ നടന്ന ഒരു കാര്യം. ഈ കാലഘട്ടത്തിൽ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയും മറ്റുമൊക്കെ വളരെ ആക്റ്റീവ് ആയതുകൊണ്ട് നമ്മൾ അറിഞ്ഞു. ഇല്ലെങ്കിൽ ഈ കമ്പനി ഈ ചെരുപ്പ് പുറത്തിറക്കി വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ ഇന്ത്യക്കാരത് അറിയുന്നത്. ഈ കാലത്ത് നമുക്ക് ഇങ്ങനെ കോപ്പിയടി നടക്കുന്നുണ്ടെങ്കിൽ പുരാതന കാലത്ത് എത്രത്തോളം നടന്നിട്ടുണ്ടാവുമെന്നിടത്താണ് നമ്മുടെ പോയിന്റ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ മാത്രമല്ല, അതിനു മുമ്പും സഞ്ചാരികളായിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ഈ ചൈനയിൽ നിന്ന് വന്നിട്ടുള്ള ചൈനക്കാര്, ജപ്പാനിൽ നിന്ന് വന്നവര്, യൂറോപ്പിൽ നിന്ന് വന്നവര്, അതുപോലെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്നവര്, അവരിവിടെ വരുമ്പോൾ ഇവിടെ കണ്ട കാര്യങ്ങളൊക്കെ അവരെ അത്ഭുതപ്പെടുത്തി. ഇവിടെ താമസിച്ച് ഇവിടെ നിന്ന് പലതും അവർ പഠിച്ചു. എന്നിട്ട് അവരുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോയിട്ട് ഇവിടെ നിന്ന് പഠിച്ച അറിവുകൾ പലതും അവരുടെ കണ്ടെത്തലുകളായിട്ട് ആ നാട്ടിൽ അറിയിക്കുന്നു. അതിപ്പോൾ മാത്തമെറ്റിക്സ് തന്നെ ഇന്ത്യയിലാണ് ഈ കണക്കുമായി ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും രൂപം കൊണ്ടത്. പക്ഷെ അറേബ്യൻ സഞ്ചാരികൾ പലരും ഇവിടെ നിന്ന് മനസ്സിലാക്കിയ അറിവുകൾ അറബ് നാടുകളിൽ പോയിട്ട് അവരുടേതായിട്ട് അവതരിപ്പിച്ചു. ഇതിലൂടെ സ്വാഭാവികമായിട്ടും പലതും അവർ കണ്ടുപിടിച്ചു എന്നായി. പക്ഷെ പിൽക്കാലത്ത് ഇതൊക്കെ പിന്നീട് തെളിഞ്ഞു കേട്ടോ, അങ്ങനെ അല്ല എന്ന്. പക്ഷെ എങ്കിലും കുറെ കാലം ആളുകൾ വിചാരിച്ചത് ഈ മാത്തമെറ്റിക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പലതും അറബികൾ കണ്ടുപിടിച്ചു എന്നുള്ളതായിരുന്നു. പക്ഷെ ഇത് ഇവിടെ നിന്ന് പോയ സാധനമാണ്. അതുപോലെയാണ് യൂറോപ്യൻസ് ഇവിടെ വരുന്നു,
ഇവിടുന്ന് പലതും മനസ്സിലാക്കുന്നു, എന്നിട്ട് യൂറോപ്പിലേക്ക് തിരിച്ചു പോകുന്നു, അവരുടെ പേരിൽ അത് അവിടെ അവതരിപ്പിക്കുന്നു, അത് അവിടുത്തെ ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തുകയുമാണ്. എന്നാൽ ഇന്ത്യയിലോ അങ്ങനെ പ്രത്യേകിച്ച് ചരിത്ര പുസ്തകങ്ങളിലൊന്നും രേഖപ്പെടുത്താറില്ല. ഇത് കണ്ടുപിടിച്ചത് ഇന്ന ആള് ഇന്ന ദിവസം, അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഒന്നും ഇവിടെ ഇല്ല. ഇതൊക്കെ ഇവിടെ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന കാര്യങ്ങളായിരുന്നു. അപ്പൊ അതുപോലെ ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഒരുപാട് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ കണ്ടുപിടുത്തങ്ങളെല്ലാം സായിപ്പന്മാര് അവരെ അടിച്ചമർത്തിക്കൊണ്ട് അവരുടെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് തർക്ക വിഷയങ്ങളുണ്ട്. നമ്മുടെ വിമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് തർക്ക വിഷയങ്ങളുണ്ട്. ആരാണ് ആദ്യമായിട്ട് വിമാനം കണ്ടുപിടിച്ചത് എന്നതടക്കം. നമ്മുടെ മഹാരാഷ്ട്രയിലും ഉണ്ടായിരുന്നു ആദ്യമായിട്ട് വിമാനം പറത്തിയ ഒരാൾ. ഇതൊക്കെ ചരിത്രത്തിൽ ഇവർ കുഴിച്ചുമൂടിയ കാര്യങ്ങളാണ്. ഇന്ത്യയിൽ നിന്ന് കോപ്പി അടിച്ചു കൊണ്ടുപോയിട്ടാണ് പല സാധനങ്ങളും യൂറോപ്യൻസ് വേറെ രൂപത്തിലും ഭാവത്തിലും പുതിയതായിട്ട് അവതരിപ്പിച്ചത്. ഇന്ത്യയിലെ പല പുരാതന ഗ്രന്ഥങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള അറിവുകൾ, എന്തിന് ജർമ്മനിയിൽ നിന്ന് ഈ അടുത്തിടെ പോലും ഈ പഴയ സംസ്കൃത ഗ്രന്ഥങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു ഗവേഷണ സംഘം തന്നെ വന്നിട്ടുണ്ട്. ജർമ്മൻസ് ഏറ്റവും കൂടുതൽ ഗവേഷണം നടത്തുന്നത് ഈ സംസ്കൃത ഗ്രന്ഥങ്ങളിലാണ്. കാരണം ഒരുപാട് പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് മനുഷ്യനുമായി ബന്ധപ്പെട്ടുമുള്ള പല നോളജും അതിലുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. സ്വാഭാവികമാണ്, കാരണം വളരെ പുരാതനമായ സിവിലൈസേഷൻ ആവുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടാവും. അതിൽ നിന്ന് പലതും മനസ്സിലാക്കാനും പുതിയ പല കണ്ടുപിടുത്തങ്ങൾ നടത്താനും പറ്റും. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പലതും കോപ്പി അടിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല. ഇപ്പം നമ്മൾ ഇന്ത്യക്കാരായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ കാര്യം പറയുന്നു. ഇതേ രീതിയിൽ ഇവർ എവിടെയൊക്കെ കോളനികൾ ഉണ്ടാക്കാൻ പോയോ, അല്ലെങ്കിൽ ഇവരെവിടെയൊക്കെ പോയോ അവിടെ നിന്നൊക്കെ അവർ മോഷ്ടിച്ചിട്ടുണ്ട്. ഈ കാലത്ത് പോലും നമ്മുടെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് കോലാപ്പുരി ചെരുപ്പുകൾ എന്ന് പറയുന്നത്. അതിനെപ്പോലും കോപ്പി അടിച്ചിട്ട് സ്വന്തമായിട്ട് അവരുടേതാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുമ്പോൾ പണ്ട് കാലത്ത് ഇത്രമാത്രം സോഷ്യൽ മീഡിയ ഒന്നുമില്ലാത്ത ഒരു കാലത്ത് എന്തുമാത്രം ഇവർ കോപ്പി അടിച്ചിട്ടുണ്ടാവും, എന്തുമാത്രം സാധനങ്ങൾ കട്ടുകൊണ്ട് പോയിട്ടുണ്ടാവും. യൂറോപ്യൻസ് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് ഇവർ അവതരിപ്പിച്ച പലതും ചിലപ്പോൾ ഇന്ത്യക്കാരോ ചിലപ്പോൾ ചൈനക്കാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യക്കാരോ ഒക്കെ കണ്ടുപിടിച്ചതായിരിക്കും. പക്ഷെ അവിടെയൊന്നും ഇത് റെക്കോർഡഡ് ഹിസ്റ്ററി അല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് ഇതെല്ലാം യൂറോപ്യൻസ് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ലോകത്തെ വ്യാജമായ ചരിത്രം പറഞ്ഞു പഠിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.